27 ഡിസംബർ 2015. എല്ലാവർക്കും വളരെയേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്, മറക്കാൻ പറ്റാത്തൊരു ദിവസം. മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സിന്റെ അന്നേ വരെയുള്ള പേടി സ്വപ്നം യാഥാർത്ഥ്യമായ ആ ഒരു ദിവസം, ഇന്ത്യയിൽ ജിയോ ലോഞ്ച് ആയ ദിവസം. അന്നേ വരെ ഒരു മാസം 200 രൂപയ്ക്ക് 1 GB ഡേറ്റ തന്ന് നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്ന കമ്പനികൾ ഇതേ 200 രൂപയ്ക്ക് 1 GB ഒരു മാസമല്ല ഓരോരോ ദിവസവും കിട്ടുമെന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ അപ്പോഴാണ് നമ്മൾ സത്യം മനസ്സിലാക്കിയത്. ജിയോയ്ക്ക് മുന്നേ വരെ സ്മാർട്ട് ഫോൺ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് നമ്മളെ കൊള്ളയടിക്കുമായിരുന്നു എന്ന്. യെസ്, 2015 ശേഷം പല നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സും അവരവരുടെ പ്ലാനുകൾ മാറ്റി ആൻഡ് ഈ ഒരു പ്ലാനുകൾ ഇപ്പോൾ വില കൂടി വരുന്നുവെങ്കിലും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് നമ്മൾക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾക്ക് വളരെയധികം ലാഭമാണല്ലോ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഈ കമ്പനികൾ നിങ്ങളെ കൊള്ളയടിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് ഞാൻ പറയാം. വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കോൾ വരും, അതിനുശേഷം ഒരു പാട്ട് പാടും. ഈ പാട്ടിനായി 2 അമർത്തുക, ഈ പാട്ടിനായി 3 അമർത്തുക. മാസം നമ്മൾ 100-200 രൂപയൊക്കെയാണ് ഒരു കോളർ ട്യൂണിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് കോളർ ട്യൂണുകൾ സെറ്റ് ചെയ്യാൻ വരെ അവർ പൈസ ഈടാക്കിക്കൊണ്ടിരുന്നു. ഒരു കാര്യം എനിക്ക് എന്തായാലും ഉറപ്പാണ്, ഇങ്ങോട്ട് വന്ന കോൾ പിക്ക് ചെയ്ത് പാട്ട് ആസ്വദിച്ച് അറിയാതെ 1, 2, 3 അമർത്തി ആ ഒരു പാട്ട് ആക്ടിവേറ്റ് ആയി അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്നും പണം പോയതിനു വേണ്ടി തല്ല് കൊള്ളാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത് മനസ്സിലാക്കാനായി ഏറ്റവും ആദ്യം ഞാൻ ഒരു കഥ പറയാം. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ അമ്മുമ്മയും എൻ്റെ അപ്പൂപ്പനും, ഇവർക്ക് 2 പേർക്കും പണ്ട് തൊട്ടേ സിമ്മും ഉണ്ട്, ഫോണും ഉണ്ട്. യെസ്, 2 പേരുടെയും കയ്യിൽ ഓരോരോ ഫീച്ചർ ഫോണുകളാണ്. അമ്മുമ്മയുടെ കയ്യിൽ വോഡഫോണിന്റെ സിം ആയിരുന്നു, എൻ്റെ അപ്പൂപ്പന്റെ കയ്യിൽ ഐഡിയയുടെ സിം ആയിരുന്നു. ഇവർക്ക് അധികം അങ്ങോട്ടൊന്നും കോൾ ചെയ്യാനില്ല, പലപ്പോഴും മിസ്ഡ് കോൾ അടിച്ച് നമ്മളാണ് തിരിച്ചു വിളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അധികം റീചാർജ് ചെയ്യേണ്ട ആവശ്യവും വരാറില്ല. വർഷ തുടക്കത്തിൽ നമ്മൾ 50-100 രൂപയ്ക്ക് ടോക്ക് ടൈം റീചാർജ് ചെയ്യുന്നു, അത് 3-4 മാസം നിൽക്കുന്നു. അതിനുശേഷം പിന്നീട് എപ്പോൾ ബാലൻസ് കുറയുന്നു അപ്പോൾ ടോപ്പ് അപ്പ് ചെയ്യുന്നു. എങ്ങനെ വന്നാലും ഒരു വർഷം 2 പേർക്കും കൂടെ ചേർത്ത് ഒരു 250 മുതൽ 500 രൂപയുടെ ചെലവ് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ അവർ ഇപ്പോഴും ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല. പക്ഷെ പണ്ട് നമ്മൾ 100-50 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ടോക്ക് ടൈം ആണ് കിട്ടുന്നത്. കോൾ ചെയ്യുന്ന സമയത്ത് ഈ റീചാർജിൽ നിന്നും പൈസ കുറയുകയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ ആ ഒരു ടോക്ക് ടൈം കോൺസെപ്റ്റ് ഇല്ല. അൺലിമിറ്റഡ് കോളുകൾ, അൺലിമിറ്റഡ് ഇന്റർനെറ്റ്, അൺലിമിറ്റഡ് SMS എത്ര വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. യെസ്, ഇത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണെങ്കിലും പണ്ടത്തെ പോലെ 50 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് 49 രൂപയുടെ ഒരു ടോക്ക് ടൈം ഒന്നും ഇപ്പോൾ ലഭിക്കില്ല. ഓക്കെ, വോഡഫോണും ഐഡിയയും ഇപ്പോൾ മെർജ് ചെയ്ത സ്ഥിതിക്ക് VIയിൽ നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ഒരു അൺലിമിറ്റഡ് ടോക്ക് ടൈം കിട്ടുന്ന റീചാർജ് എത്രയാണ്? 18 രൂപ. പക്ഷേ ഈ 18 രൂപയ്ക്ക് ചെയ്യുന്ന റീചാർജിൽ നമ്മൾക്ക് കോളുകളുമില്ല, വാലിഡിറ്റിയും ഇല്ല. 50 രൂപയുടെ ടോപ്പ് അപ്പ് ഉണ്ട്, അതിനും വാലിഡിറ്റി ലഭിക്കുന്നില്ല. സോ കോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സിമ്മിന് വാലിഡിറ്റി തരുന്ന, അൺലിമിറ്റഡ് ആയിട്ടുള്ള ടോക്ക് ടൈം തരുന്ന മിനിമം റീചാർജ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് 98 രൂപ. 98 രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുവാണെങ്കിൽ 14 ദിവസത്തേക്കുള്ളൊരു വാലിഡിറ്റി ആണ് നമ്മൾക്ക് തരുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയി കോള് വിളിക്കാം. പക്ഷെ 14ാമത്തെ ദിവസം രാത്രി 12 മണിക്ക് ശേഷം പിന്നീട് നിങ്ങൾക്ക് കോളുകൾ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോളുകളും ബ്ലോക്ക് ആക്കപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോളുകൾ അക്സെപ്റ്റ് ചെയ്യണം, കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ഒരു റീചാർജ് ചെയ്യണം. സോ വീണ്ടും 98 രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ 28 ദിവസമാണ് ഒരു മാസം എന്നുള്ളത് കൊണ്ട് ഒരു വർഷം 12 പ്രാവശ്യമല്ല റീചാർജ് ചെയ്യേണ്ടത്, മറിച്ച് 13 പ്രാവശ്യമാണ്. കാരണം 12 പ്രാവശ്യമാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ മൊത്തം 336 ദിവസമേ ആവുള്ളൂ. നമുക്ക് 365 ദിവസമുണ്ട്. സോ വീണ്ടും 29 ദിവസം ബാക്കിയുണ്ട്. സോ 13 വട്ടം നിങ്ങൾ 198 രൂപയുടെ റീചാർജ് ചെയ്യുമ്പോൾ ഒരു വർഷം ഏകദേശം 2500 രൂപയോളമാണ് ചെലവ് വരുന്നത്. ഇനി നമ്മൾക്ക് ജിയോയിലേക്ക് വരാം. ജിയോയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ റീചാർജ് ആണ് 155 രൂപ. യെസ്, 155 രൂപയ്ക്ക് നമ്മൾക്ക് 28 ദിവസമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 13 പ്രാവശ്യം നമ്മൾ ചെയ്യണം. ആൻഡ് ഇതും ഏകദേശം ഒരു 2000 രൂപയോളമാണ് നമ്മൾക്ക് വർഷത്തിൽ വരുന്നത്. ഇനി എയർടെലിന്റെ ഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെയും നമ്മൾക്ക് 155 രൂപയുടെ റീചാർജ് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് 24 ദിവസത്തേക്ക് മാത്രമാണ്, 28 ദിവസത്തേക്കല്ല. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ 12 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ 288 ദിവസമേ ആകുള്ളൂ. സോ നമ്മൾ വർഷത്തിൽ 15 പ്രാവശ്യം 155 രൂപയുടെ റീചാർജ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഏകദേശം 360 ദിവസത്തിന്റെ ഒരു വാലിഡിറ്റി കിട്ടുള്ളൂ. അതായത് ഏകദേശം ഒരു വർഷം 2300 രൂപ. സോ ബേസിക്കലി ജസ്റ്റ് സിം ആക്റ്റീവായി വെക്കാൻ, കോള് ചെയ്യുന്നില്ല, SMS അയക്കുന്നില്ല, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നില്ല എങ്കിലും ഇൻകമിംഗ് കോളുകൾ വരണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് സിം ആക്റ്റീവ് ആക്കി വെക്കാനായിട്ട് നമ്മൾക്കൊരു വർഷം ചിലവാകുന്നത് ഏകദേശം 2000-2500 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏകദേശം വർഷത്തിൽ 2500 5000 രൂപയുടെ റീചാർജ് ആണ് ചെയ്യേണ്ടി വരുന്നത്. ഈ ജിയോ വരുന്നതിന് മുന്നേ ഇവരൊക്കെ വർഷത്തിൽ 500 രൂപയ്ക്ക് താഴെയാണ് 2 പേർക്കും കൂടി റീചാർജ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 2 പേർക്ക് ജസ്റ്റ് സിം നിലനിർത്താനായി 5000 രൂപയുടെ റീചാർജ് ആണ് ചെയ്യേണ്ടി വരുന്നത്. എൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഞാൻ ജിയോയുടെ ഒരു വർഷത്തെ, അതായത് 365 ദിവസത്തെ പ്ലാൻ ആണ് എടുത്തിരിക്കുന്നത്.
മന്ത്. അതിന് എനിക്ക് ചിലവ് വരുന്നത് 2500 രൂപയോളമാണ്. ഞാൻ ആക്റ്റീവായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, കോളുകൾ എടുക്കുന്ന, കോളുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലാഭമാണ്. കാരണം ജിയോ എങ്ങാനും വന്നില്ലെങ്കിൽ ജസ്റ്റ് ഇൻ്റർനെറ്റിന് കാശ് കൊടുത്ത്, കോളിങ്ങിന് വേണ്ടി കാശ് കൊടുത്ത് മാത്രം തന്നെ ഒരുപാട് 2500 എത്രയോ കൂടുതൽ രൂപ എനിക്ക് ഒരു വർഷം വന്നേനെ. പക്ഷെ ജിയോ വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പൈസ ലാഭമായി. പക്ഷെ മറുഭാഗത്ത് ഇൻ്റർനെറ്റ് ഒട്ടും ഉപയോഗിക്കാത്ത, കോളുകളൊന്നും ചെയ്യാത്ത, ജസ്റ്റ് കോളുകൾ റിസീവ് മാത്രം ചെയ്യുന്ന, ഇതേപോലെ ഫീച്ചർ ഫോൺ യൂസ് ചെയ്യുന്നവരും ഒരു വർഷം 2500 രൂപ തന്നെയാണ് മുടക്കുന്നത്. സോ ഇൻഇഫക്റ്റീവ്. ഉപയോഗിക്കുന്നവനും ഉപയോഗിക്കാത്തവനും കൊടുക്കേണ്ട രൂപ ഒന്ന് തന്നെയാണ്. സോ കമ്പനികളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും റീചാർജ് ചെയ്യാതെ ഇരിക്കുന്നില്ല സിം ആക്റ്റീവായി വെക്കാൻ വേണ്ടി. ആൻഡ് അതുകൊണ്ട് തന്നെ നിരന്തരം അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, പണ്ടത്തേക്കാൾ എത്രയോ കൂടുതൽ. സോ ബേസിക്കലി ഇതാണ് സത്യാവസ്ഥ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.